തൃശൂർ വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടി രൂപ തട്ടിയെടുത്ത ജീവനക്കാരി ധന്യ മോഹൻ പണം ഉപയോഗിച്ചത് ആഡംബര ജീവിതത്തിനെന്ന് പോലീസ്. ആഡംബര വീടും കാറുകളും വാങ്ങിയതിനു പുറമെ പണം ഷെയർ മാർക്കറ്റിലും നിക്ഷേപിച്ചെന്നാണ് കണ്ടെത്തൽ. ഭർത്താവിന്റെ NRI അക്കൗണ്ടിലേക്കും ഇവർ പണം കൈമാറിയതായി പോലീസിന് വിവരം ലഭിച്ചു. ധന്യയുടെ കുടുംബാംഗങ്ങൾ ഒളിവിലാണ്. പണം എവിടെയെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചന്ദ്രനിൽ 5 സെന്റ് വാങ്ങിയെന്നായിരുന്നു ധന്യയുടെ പരിഹാസം. മണപ്പുറം ഗ്രൂപ്പിന്റെ സഹസ്ഥാപനമായ വലപ്പാട് മണപ്പുറം കോപ്ടെക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിൽ നിന്ന് 19.94 കോടി രൂപയാണ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യ മോഹൻ തട്ടിയെടുത്തത്. തട്ടിപ്പ് പുറത്തായതോടെ ഒളിവിലിരുന്ന ഇവർ കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. യുവതിയെ വലപ്പാട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. പണം എവിടെയെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചന്ദ്രനിൽ 5 സെന്റ് വാങ്ങിയെന്നായിരുന്നു ധന്യയുടെ പരിഹാസം. കൊല്ലം നെല്ലിമുക്ക് സ്വദേശിനിയായ ധന്യയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. ഭർത്താവിന്റെ NRI അക്കൗണ്ടിലേക്ക് ഇവർ പണം കൈമാറിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കുഴൽപ്പണ സംഘങ്ങളുടെ സഹായത്തോടെ പണം വിദേശത്തേക്ക് കൈമാറിയോ എന്നും പരിശോധിച്ചു വരുന്നു. ഇവരുടെ കുടുംബാംഗങ്ങൾ ഒളിവിലാണ്. ഭർത്താവിനും പിതാവിനും സംഭവത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ഓൺലൈൻ ട്രേഡിംഗിൽ ധന്യ വൻതോതിൽ പണം ചിലവഴിച്ചെന്നാണ് സൂചന. ഓൺലൈൻ റമ്മിയിലൂടെ ഇവർക്ക് 2 കോടി രൂപ ലഭിച്ചതായും ഇതിന് ആദായനികുതി വകുപ്പ് നോട്ടീസ് നൽകിയതായും സൂചനയുണ്ടായിരുന്നു. ഇതിനൊപ്പം വലപ്പാട് ആഡംബര വീട് വാങ്ങാനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും പണം മുടക്കിയിട്ടുണ്ട്. ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷവും പിതാവിന്റെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷവും ധന്യ കൈമാറിയിട്ടുണ്ട്. ധന്യയുടെ അക്കൗണ്ടിൽ 80 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇവരുടെ പേരിൽ 5 അക്കൗണ്ടുകൾ ഉള്ളതായും പോലീസ് കണ്ടെത്തി. ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുകയാണ്. ഓൺലൈനായി വായ്പ നൽകുന്നതിനോടൊപ്പം സ്വന്തം അക്കൗണ്ടിലേക്കും പണം മാറ്റിയായിരുന്നു തട്ടിപ്പ്. പിന്നീട് അച്ഛന്റെ 3 അക്കൗണ്ടുകളിലേക്കും ഭർത്താവിന്റെ 2 അക്കൗണ്ടുകളിലേക്കും മാറ്റി. ഇതു സംബന്ധിച്ച രേഖകൾ ഡിലീറ്റ് ചെയ്തു. 5 വർഷമായി യുവതി ഈ വിധം തട്ടിപ്പ് നടത്തി വരികയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ.